മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ ഉണ്ണിയോടും കരുണയോടും കൂടി വന്ന് പറയണം കേട്ടോ. രണ്ടും കൂടി ഒരുങ്ങാണ്. ഇന്നാ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകാനാണോ എന്ന് തോന്നുന്നു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ പറയും, ഇനി അവിടെ പോയിട്ട് ആ മറ്റേക്കാലും കൂടി ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ ചത്ത് കളയണതാണ് നല്ലത് എന്നിങ്ങനെ പറയണട്ടെ. ഇതെല്ലാം കേട്ടിട്ട് ഉണ്ണിയേട്ടന് യാതൊരു ഉളുപ്പുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എങ്ങനെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ പറയണുണ്ട്. അത് കേൾക്കുമ്പോൾ ദുർഗ പറയണം, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. അവൻ ഇങ്ങനെയെല്ലാം പറയുന്നത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും പോകാൻ പാടില്ല എന്നിങ്ങനെ ദുർഗ പറയണം കേട്ടോ. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടിട്ടേ ഉള്ളതാണ് അമ്മാവൻ, ആ അമ്മാവനെയും കൂടി തരം താഴ്ത്തിയിരിക്കുന്നു പിന്നെയാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മഹിയും കണ്ണനും കൂടി വരികയാണ് കേട്ടോ. അതാ അവർ വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം. കണ്ണൻ വന്നിട്ട് ചോദിക്കും, എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് അല്ലേ, എങ്കിലും എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുകയും ഒന്നും വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് ഡോക്ടർ തോമസിൻ്റെ അവിടേക്ക്, അതിന് ഞങ്ങളാരും പോകണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ദുർഗ ചോദിക്കുകയാണ് കേട്ടോ. അത് ശരിയാണ്, നിങ്ങൾക്ക് ഞാൻ പോയാലും പോയില്ലെങ്കിലും കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുക, എന്താടാ ഇവളുടെ ദേഷ്യമൊക്കെ തീർന്നോ, ഇവളല്ലേ ഉറഞ്ഞ തുള്ളി പോയിട്ടുണ്ടായിരുന്നത്, വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഞങ്ങളെന്താ ദേഷ്യപ്പെട്ടിട്ട് പോണോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് മഹി ഇങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കരുണ പറയണം, ആ കർമ്മഫലമാണ്, നിൻ്റെ കർമ്മഫലം നല്ലതാണ്, അതുകൊണ്ടാണല്ലോ നീ നന്നായി ജീവിക്കുന്നത്, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയണം, ശരിയാണ്, അവളുടെ നല്ല കർമ്മഫലം കൊണ്ട് തന്നെയാണ് അവൾ നന്നായി ജീവിക്കുന്നതും എല്ലാ കാര്യവും നിങ്ങളെപ്പോലെ അല്ല എന്നിങ്ങനെ പറയണം. പിന്നീട് കണ്ണൻ പറയും, ഞാൻ എന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്, ഈ സംസാരം അതുകൊണ്ട് മുഷിപ്പിക്കാനും നിൽക്കണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയണം. കണ്ണൻ പോയതും ദുർഗ ഇങ്ങനെ പറയുകയാണ്, ഈ ശല്യം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഇതിനേക്കാളും നല്ലത് ആ ഡോക്ടർ തോമസിൻ്റെ അവിടെ നിന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നെല്ലാം ഇങ്ങനെ പിറുപിറുക്കുകയാണ് കേട്ടോ. പിന്നീട് കാറിൽ മഹിയും കണ്ണനും കൂടി പോകുമ്പോൾ മഹി ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കണ്ണൻ ചോദിക്കുക എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, കണ്ണേട്ട സ്വപ്നം കണ്ടില്ലേ, അതുപോലെ എന്തായാലും നടക്കും, അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ സ്വപ്നം കണ്ട് ഞാൻ എന്തായാലും റിയൽ ലൈഫിൽ എണിച്ച് നടക്കില്ലല്ലോ, അപ്പോൾ സ്വപ്നത്തിൽ എണിച്ച് നടന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ തോമസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തോമസ് വൈദ്യർ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വന്നത് നന്നായി എന്നിങ്ങനെ പറയാണ്. അതേസമയം മാർക്കോയെ കണ്ടു എന്നും മാർക്കോ ജയിലത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു എന്നും എല്ലാം തോമസ് വൈദ്യർ പറയണം കേട്ടോ. രണ്ടുപേരും നിങ്ങളെ രക്ഷിച്ച ആൾ രണ്ടുപേരും ഒരാൾ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ മനസ്സിലാക്കി, നല്ലൊരു ചെറുപ്പക്കാരനാണ്, എന്തായാലും ശരി അവൻ ഇവിടെ വരും, കർക്കിടകത്തിൽ 2-3 ചികിത്സയ്ക്ക് വരും, അതുകൊണ്ട് അവനൊരു റൂം തന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അവൻ വരും എന്ന് പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ തോമസ് കണ്ണനെ കൊണ്ടുപോയിട്ട് കിടത്തി ചികിത്സിപ്പിക്കുകയാണ് കേട്ടോ. കണ്ണ, അന്ന് എങ്ങനെയോ ആ കൊല്ലാൻ വന്ന ആൾ കാരണം നിൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടി, പക്ഷേ ഇന്ന് മുതലാണ് ഞാൻ ശരിക്കും പരീക്ഷണം തുടങ്ങണമെന്ന്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല എന്ന് പറയണം, ഞാൻ ഒരുപാട് വൈദ്യന്മാരോട് പല കാര്യങ്ങളും നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് മരുന്ന് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ആ മരുന്ന് ഇനി പരീക്ഷിക്കുകയാണ് കേട്ടോ എന്ന് പറയും. അതിന് ശേഷം നല്ല മരുന്ന് തേച്ച് തലയിൽ മസാജ് ചെയ്യണം കേട്ടോ. കുറേ നേരം തേക്കുമ്പോൾ കണ്ണനോട് ചോദിക്കണ്ടേ, കണ്ണ ഇപ്പം നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ചോദിക്കണം. എനിക്ക് നല്ല കാലിന് ചൂടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണൻ്റെ കാലിലേക്ക് പതുക്കെ രക്തയോട്ടം വരികയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ്റെ അടുത്തേക്ക് കരുണയും ഉണ്ണിയും കൂടി വരികയാണ് കേട്ടോ. അതിനുശേഷം അങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടും ഭയപ്പെടണ്ട, അവനും അവളും അവിടെ പോയിട്ടുണ്ടല്ലോ, അവൻ്റെ ചിറകാണ് മഹാലക്ഷ്മി, ആ ചിറക് ഞാൻ അരിയും എന്നിങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞാൽ എനിക്കിനി എൻ്റെ ഭാര്യയെ നോക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാകും, എനിക്ക് ജോലിയില്ല കൂലിയില്ല, ഉണ്ണിയേട്ടനാണെങ്കിൽ വെറും ജോലിക്കാരനാണ്, അവളുടെ അടിമയായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചത്തു പോവുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. കരുണ പറയണേ, എന്തായാലും ശരി, മേഘം പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല, ഞാൻ പോയിട്ട് വരും, എന്തായാലും കുറേ കാലം കിടക്കേണ്ടി വരില്ല എന്നിങ്ങനെ പറയണം. മേഘേട്ടൻ പോയാലും ശരി, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങി തരും, അവളുടെ കണ്ണുനീര് കാണണം, അത് മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു ഇങ്ങനെ വിഷമത്തോട് നിൽക്കുകയാണ്. പിന്നീട് മാർക്കോയും സാഗറും ലോപ്പസും കൂടിയിട്ട് ഇങ്ങനെ മാർക്കോ മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സാഗറോട് വന്നിട്ട് പറയും, സാഗറെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യം നീ ഭംഗിയായി ചെയ്യണം കേട്ടോ പറയും. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയണം. പിന്നീട് നാളെ ഡോക്ടർ തോമസിൻ്റെ അടുത്തേക്ക് അവർ പോവുകയാണ്, മഹിയും
കണ്ണേട്ടനും പോവുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്നോടൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹിക്ക് ഓഫീസിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ നോക്കണം. ഡോക്ടർ തോമസിൻ്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കാര്യങ്ങളെല്ലാം നിനക്കറിയുമല്ലോ. അതുകൊണ്ട് നമ്മളതിന് ശ്രദ്ധിക്കണം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ് എന്നെങ്കിൽ ഇതുപോലൊരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനസ്സുകൊണ്ട് പോലെയും ഒരു വേറൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിട്ടില്ല. ദൈവം അവരെ കൂട്ടിയോജിപ്പിച്ചതാണ്. അങ്ങനെയുള്ളൊരു ഭാര്യയും ഭർത്താവാണ് അവർ. അതുകൊണ്ടാണ് എനിക്കിതിൽ ഇത്ര താല്പര്യം എന്നിങ്ങനെ മാർക്കോ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗറും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാനും ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിന് സുഖമില്ലാത്ത പെണ്ണാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ പൊട്ടനം വിചാരിച്ചു മഹി പെട്ടെന്ന് തന്നെ വളയുന്നു. പക്ഷെ ഒരിക്കലും മഹി വളയില്ല. മഹി നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് എന്നെല്ലാം സാഗർ പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട്, ഏതായാലും ശരി, നിന്നെ ഞാൻ തീറ്റിപ്പോറ്റി തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്നോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നീ ഭംഗിയായിട്ട് ചെയ്യണം എന്നിങ്ങനെ പറയണേ. എന്തായാലും ഞാനത് ചെയ്തിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. മേഘനാഥൻ്റെ മുൻപിൽ അവൻ്റെ ഭാര്യ വേറൊരാളുടെ മുൻപിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അവനെ അങ്ങനെ മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ കൊണ്ടും അവനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശരിയാവില്ല. അതാണ് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ എന്ന് മാർക്കോ സാഗറോട് പറയണം.